ഇന്ന് എന്നോടൊപ്പമുള്ളത് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. നൺ അതർ ദാൻ ഹിമാലയൻ മാസ്റ്റർ അഷ്റഫ് സർ. നമുക്ക് ജിമ്മ് ചെയ്യുന്നതിനോട് കൂടി തന്നെ ശരിക്കും പറഞ്ഞാൽ മെഡിറ്റേഷൻ വേണ്ടി പറയാം. ഇമാജിൻ ചെയ്യുക നമ്മളെ തന്നെ. ലെറ്റ്സ് വെൽക്കം സർ. ഇന്ന് ഞാൻ ചോദിക്കാനായിട്ട് പോകുന്നത് മറ്റൊന്നുമല്ല, ഈ ആധുനിക ലോകത്ത് ഒരു 100 ആളുകളെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊരു 90 പേരും ജിമ്മിലേക്ക് പോകുന്ന ആളുകളാണ്. പക്ഷെ എന്നാൽ കൂടിയും അവരുടെ ബോഡി ബിൽഡപ്പ് ആവുന്നില്ല. എന്താണ് സാറിന് അതിനെപ്പറ്റി പറയാനായിട്ടുള്ളത്? ഓക്കെ, ബോഡി ബിൽഡപ്പ് ജിമ്മിന്റെ കാര്യം പറയുമ്പോൾ നല്ല ബോഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ പലർക്കും വീണ്ടും അസുഖം വരികയാണ് അല്ലേ. ജിം എന്ന് പറഞ്ഞാൽ തന്നെ ബോഡി ബിൽഡിംഗ് ആണ്. ബോഡി കുറയ്ക്കലല്ല, ബോഡി ഷേപ്പാക്കി മാറ്റുക എന്നുള്ളത്, നല്ല ഷേപ്പാക്കി മാറ്റുക എന്നുള്ളത്. ഇതിൽ നമുക്ക് അതീന്ദ്രിയം പ്രയോഗിക്കാൻ പറ്റും. എനർജി വേൾഡിനെ നമുക്ക് ജിമ്മിലേക്ക് കൺവേർട്ട് ചെയ്ത് അങ്ങനെയാക്കാൻ പറ്റും. ഭൗതികവും അതീന്ദ്രിയവും കൂടെ തമ്മിലുള്ള ഒരു നാണയത്തിന്റെ 2 വശം. ആ രീതിയിൽ ജിമ്മ് ചെയ്യുന്ന വ്യക്തികൾക്ക് മൈൻഡും കൂടെ സ്ട്രോങ് ആയിരിക്കണം. അതാണ് പലർക്കും നമ്മൾ കേൾക്കാറുണ്ട്, ജിമ്മ് ചെയ്ത് നല്ല ബോഡിയുള്ള ആൾ അറ്റാക്ക് വന്ന് മരിച്ചു, അല്ലെങ്കിൽ മാനസിക വിഭ്രാന്തി, ടെൻഷൻ, സ്ട്രെസ് ഇതൊക്കെ വരുന്നുണ്ട്. കാരണം അത് ഒരു മൈൻഡിന്റെ പ്ലേ ആണ്. മൈൻഡ് ഇതുമായിട്ടൊന്നും ബന്ധമില്ല. പക്ഷെ ജിമ്മിൽ നമുക്ക് എങ്ങനെ ബോഡി നല്ല പവർഫുൾ ആക്കിയെടുക്കാം എന്നാണ് ചോദ്യം. അതുകൊണ്ട് അതേ ആൻസർ തരുന്നു. ജിമ്മ് ചെയ്യുന്ന വ്യക്തികൾ 2 കാര്യം എപ്പോഴും അറിഞ്ഞിരിക്കണം. ഒന്ന്, ഗ്രൗണ്ട് എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജിമ്മിൽ പോകുമ്പോൾ ഗ്രൗണ്ട് എക്സസൈസ് ചെയ്തിട്ടേ ജിമ്മിന്റെ വെയിറ്റ് ലിഫ്റ്റിങ്ങിലേക്ക് കടക്കാവുള്ളൂ. ഗ്രൗണ്ട് എക്സസൈസ് ഇല്ലാതെ വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്യുമ്പോഴാണ് ശരീരത്തിന് ഡാമേജ്. ശരിക്കും പറഞ്ഞാൽ ശരീരം നന്നായിട്ട് ഹീറ്റപ്പ് ആയതിനു ശേഷം വേണം ഇങ്ങനെയുള്ള വെയിറ്റ് ലിഫ്റ്റിംഗ് ആയാലും ഏത് എക്സസൈസ് ആയാലും നമുക്ക് അറിയാൻ പറ്റും. അതായത് ഇതിന് ഞാൻ കമാൻഡോ ഫോഴ്സുമായിട്ടൊന്ന് ബന്ധപ്പെടുത്താണ്. ഫോഴ്സുകളുമായിട്ട് നമ്മൾ ഫോഴ്സുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാൽ, കമാൻഡോ പോലെയുള്ള ഫോഴ്സുകൾ ആ സെക്ഷനുമായിട്ട് ബന്ധപ്പെടുത്തിയാൽ ആദ്യം തന്നെ നന്നായിട്ട് റണ്ണിങ് നടത്തും, നന്നായിട്ട് ഓടിക്കും. അതേപോലെയുള്ള ഗ്രൗണ്ട് എക്സസൈസ് ചെയ്ത് ശരീരം നന്നായിട്ട് ഹീറ്റപ്പ് ചെയ്തിട്ടാണ് അടുത്ത വ്യായാമത്തിലേക്ക് കടക്കുന്നത്. അപ്പൊ നമുക്കൊരു ചോദ്യം വരും, എന്തിനാ ഈ മാതിരിയിട്ട് ഓടിക്കുന്നത് അല്ലേ ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ജിമ്മിലേക്ക് വരുന്നവർക്ക് വെയിറ്റ് ലിഫ്റ്റ് ചെയ്ത് വെച്ചാൽ മതിയില്ല, അല്ലെങ്കിൽ വെയിറ്റ് പൊക്കി വെച്ചാൽ മതിയില്ല, ശരീരം അത് കുഴപ്പമാണ്, അത് ഡാമേജ് സംഭവിക്കും. ആദ്യം ശരീരം നന്നായിട്ട് ഹീറ്റ് ചെയ്യുക, എന്നിട്ട് വേണം വെയിറ്റ് ലിഫ്റ്റിങ്ങിലേക്ക് കടക്കാൻ. ഏതൊരു വ്യായാമത്തിലേക്കും, അത് എയറോബിക്സ് ആയാലും ഗ്രൗണ്ട് എക്സസൈസ് ആയാലും, അത് ചെയ്ത് ബോഡിയെ ഹീറ്റപ്പ് ആക്കുക എന്നുള്ളത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. അതില്ലാതെ തണുത്ത ശരീരത്തിൽ ഒരിക്കലും വ്യായാമം ചെയ്യാൻ പാടില്ല. 1. 2, ജിമ്മ് ചെയ്ത വ്യക്തികൾ ചെയ്യേണ്ട 2 കാര്യങ്ങളുണ്ട്. ഈ ബോഡിയെ ഒന്നോടെ ഷേപ്പ് ആക്കി എടുക്കണമെങ്കിൽ ഇമാജിനേഷൻ പവർ നമുക്ക് അതിൽ ഉപയോഗിക്കാം. ഇമാജിനേഷൻ പവർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ വീണ്ടും പറഞ്ഞു, ഹോർമോണിനെ ക്രിയേറ്റ് ചെയ്യും. ഇമാജിനേഷൻ കയറി വന്നാൽ ഹോർമോൺ അതിനനുസരിച്ച് ക്രിയേറ്റ് ആവും. അപ്പോൾ ഒരു വ്യക്തിക്ക് അവന്റെ ബോഡിയെ അതേ രീതിയിലാക്കി മാറ്റാൻ പറ്റും. എങ്ങനെ? നല്ല പവർഫുൾ ബോഡി ആയിട്ട് ഇമാജിൻ ചെയ്യുക. നമുക്കൊരു രൂപം വേണം, നമ്മളെ പറ്റി ഒരു ധാരണ വേണം. ഇന്നതായിരിക്കണം എൻ്റെ ശരീരം, ഇന്നതായിരിക്കണം എൻ്റെ വ്യക്തിത്വം, ഇന്നതായിരിക്കണം എൻ്റെ നടപ്പ്, സ്റ്റൈല്, ചലനങ്ങൾ, ഓരോ സ്റ്റെപ്പ് പോലും ഇന്ന രീതിയിലായിരിക്കണമെന്നുള്ള ആ ഒരു ഇമാജിൻ കൊടുക്കണമെന്നുണ്ട്. നമുക്കേ ഒരു തീരുമാനം വേണം നമ്മൾ എങ്ങനെ ആയിരിക്കണം അല്ലേ. അപ്പോ നമുക്ക് ജിമ്മ് ചെയ്യുന്നതിനോട് കൂടി തന്നെ ശരിക്കും പറഞ്ഞാൽ മെഡിറ്റേഷൻ വേണ്ടി പറയാം. ഇരുന്നിട്ട് കണ്ണടച്ചിട്ട് ഇമാജിൻ ചെയ്യുക നമ്മളെ തന്നെ. വേറെ ആരെയും അനുകരിക്കരുത് ഒരു കാരണവശാലും. മറ്റുള്ളവരുടെ ശരീരമോ ലോകത്ത് നടന്ന ഒളിമ്പ്യൻ, അതായത് മിസ്റ്റർ വേൾഡോ അല്ലെങ്കിൽ ഒളിമ്പിക്സിൽ പങ്കെടുത്തവരെ ഒന്നും ഇമാജിൻ ചെയ്യരുത്. നമ്മളുടെ ബോഡി ഏത് രീതിയിലായിരിക്കണമെന്ന് നമ്മളെ ഇമാജിൻ ചെയ്യുക. അപ്പോഴേ അത് വർക്കൗട്ട് ആവുള്ളൂ. മറ്റുള്ളവരെ കണ്ട വർക്കൗട്ട് ആവില്ല. കാരണം എനർജി ഔട്ട് ആവും. എനർജി നമ്മളിൽ തന്നെ നിറഞ്ഞു നിൽക്കണം. അപ്പൊ നമുക്ക് ജിമ്മ് ചെയ്തിട്ട് നമ്മൾ ഇമാജിൻ ചെയ്തെടുത്താൽ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ബോഡി മാറാൻ തുടങ്ങും. 1 മാസം കൊണ്ട് മാറാൻ തുടങ്ങണ കാണാൻ പറ്റും. ജിമ്മ് ചെയ്തിട്ട് ഡെയിലി നമ്മൾ ഉറങ്ങാൻ നേരത്ത് ഇമാജിൻ ചെയ്യലാണ് ഏറ്റവും പവർഫുൾ. ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഒരു 5 or 6 മിനിറ്റ്, അധികം നേരമൊന്നും വേണ്ട, 10 മിനിറ്റ് എത്ര ചെയ്തോ അത്രയും പവർഫുൾ ഇമാജിൻ ചെയ്യുക. കണ്ണടച്ചിട്ട് നമ്മളെ തന്നെ കാണുക. ജിമ്മ് ചെയ്യുന്നതായിട്ടും ജിം ചെയ്ത് നമ്മുടെ ശരീരം നല്ല ഷേപ്പായി വരുന്നതായിട്ടും നമ്മളുടെ ചലനങ്ങളും അളന്നു കുറിച്ചിട്ടുള്ള ആ വീക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെ അത് നമ്മുടെ ശരീരത്തിൽ പ്രകടിപ്പിക്കാൻ തുടങ്ങും. അങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം. അപ്പൊ മൈൻഡും പവർഫുൾ ആയിരിക്കണമെന്ന് അർത്ഥം. ജിമ്മ് ചെയ്യുന്നതോടുകൂടി ശരീരം നന്നായിട്ടുണ്ട്, പക്ഷെ മനസ്സ് കുട്ടിയുടെ അല്ലേ. നല്ല ശരീരമുണ്ട്, മിസ്റ്റർ വേൾഡ് ആണ്, പക്ഷെ മനസ്സ് 5ാം ക്ലാസ്സിലെ കൊച്ചിന്റെ. അങ്ങനെ ആവാനും പാടില്ല. മനസ്സ് നല്ല പവർഫുൾ ആയിരിക്കണം. അതിന് മെഡിറ്റേഷൻ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ഇമാജിൻ ചെയ്തെടുത്തിട്ട് നമുക്ക് ജിമ്മിൽ റിസൾട്ട് അപാരമായിട്ട് ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് ഈ പ്രോട്ടീൻ്റെയോ മരുന്നിൻ്റെയോ ഒന്നും ആവശ്യമില്ല. അതൊക്കെ കോമ്പറ്റീഷന് ഉപയോഗിക്കുന്ന ഒരു ലോകമാണ് ഇന്നത്തെ കാലം. അപ്പൊ നമുക്ക് ജിം ചെയ്ത് നാച്ചുറൽ ആയിട്ട് തന്നെ ഇമാജിനേഷൻ പവർ കൊണ്ട് ഹോർമോണെ ക്രിയേറ്റ് ചെയ്ത് ബോഡിയെ നിമിഷ നേരം കൊണ്ട് അങ്ങനെ മാറ്റിയെടുക്കാം. റിസൾട്ട് സഡൻ ആയിരിക്കും. ഒരു കാലാകാലം ഒന്നും ജിം ചെയ്ത് നടക്കേണ്ട കാര്യമില്ല. അപ്പൊ അത് പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പറഞ്ഞു, ജിമ്മുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ബോഡി നന്നായിട്ട് ഹീറ്റപ്പ് ചെയ്തിട്ടേ വ്യായാമത്തിലേക്ക് കടക്കാവുള്ളൂ. തണുത്ത ശരീരത്തിൽ വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്യുന്നത് അത് ശരീരത്തിന് ഡാമേജ് ഉണ്ടാവും. കാരണം ശരീരം തയ്യാറല്ല. എന്നിട്ട് എക്സസൈസ് കൊടുത്തേക്കാം.
അത് നമുക്ക് പല കാര്യങ്ങളിലും അറിയാൻ പറ്റും. ഇപ്പൊ കമാൻഡോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പല കോഴ്സുകളിലും ചെന്നാലും ഓടിച്ച് അല്ലേ, അല്ലെങ്കിൽ നടത്തിച്ച് നല്ല സ്പീഡിൽ കിലോമീറ്ററുകളോളം നടത്തി ബോഡി നന്നായിട്ട് ചൂടായതിനു ശേഷം പിന്നെ പുഷപ്പും കാര്യങ്ങളിലേക്കും കിടക്കുക. അപ്പോൾ ഗ്രൗണ്ട് എക്സസൈസ് ജിമ്മിൽ അത്യാവശ്യം അതിനുള്ള സൗകര്യങ്ങളൊക്കെ എല്ലാ ജിമ്മിലും ഉണ്ടെന്ന് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞും കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരു ഷോർട്ട് കട്ട് മാർഗത്തിലേക്ക് കടക്കരുത്. പതിയെ 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 ചെയ്ത് നമുക്ക് ആക്കാവുന്നുള്ളൂ. അങ്ങനെ ശരീരം നമുക്ക് മാറ്റിമറിക്കാം. അപ്പൊ ഇത് ശരിക്കും ഒരു അതീന്ദ്രിയ ലോകം, ഒരു എനർജി വേൾഡാണ് ഇമാജിനേഷൻ കടന്നു വന്നേക്കണം. അതും ഭൗതിക വ്യായാമവും ചേരുമ്പോൾ ഒരു പെർഫെക്റ്റ് മനുഷ്യന്റെ രൂപകൽപ്പന, ആ രൂപാന്തരപ്പെടുന്നു. അങ്ങനെ മാറ്റിമറിക്കാവുന്നുള്ളൂ. ഓക്കെ, താങ്ക് യു സർ, വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നു. താങ്ക് യു. ഓക്കെ.